ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 4 ദിവസത്തെ ഗുജറാത്ത് മഹാരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർമാരുടെ സംഘം ഇന്ന് പശ്ചിമബംഗാൾ സന്ദർശിക്കും. ജാലിയൻവാലാ ബാഗ് ദിനത്തിൽ രക്തസാക്ഷികൾക്ക് ആദരമർപ്പിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കണ്ണൂർ ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിധിൻ രാജിന്റെ മരണം അന്വേഷിക്കുന്നതിന് പ്രത്യേക സംഘത്തിന് രൂപം നൽകി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ചൂട് കൂടുന്നു. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 4 ദിവസത്തെ ഗുജറാത്ത് മഹാരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ന് രാജ്കോട്ട് എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ഡോക്ടർ BR അംബേദ്കറുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഗാന്ധിനഗറിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി പങ്കുചേരും. ബുധനാഴ്ച നാഗ്പൂർ എയിംസിന്റെ 2ാം ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഇന്ത്യൻ റവന്യൂ സർവീസ് 78ാം ബാച്ച് ഓഫീസർ ട്രെയിനികളുടെ പരിശീലന സമാപന ചടങ്ങിലും പങ്കെടുക്കും. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി രാജ്യസഭ, ലോക്സഭാ കക്ഷി നേതാക്കൾക്ക് വനിതാ സംവരണ ബിൽ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്തയച്ചു. അതേസമയം ന്യൂഡൽഹിയിൽ നടന്ന നാരീശക്തി വന്ദൻ അധിനിയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ ഘടനയിൽ സ്ത്രീകൾക്ക് സംവരണം നൽകുന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന്. ഈ മാസം 29-നാണ് വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് ഈ മാസം 23-ന് നടക്കുന്ന ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണവും ഊർജിതമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ അമിത് ഷാ, തൃണമൂൽ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി തുടങ്ങിയവർ ഇന്ന് വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ഈ മാസം 23-ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, DMK മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ തുടങ്ങിയവർ ഇന്നലെ പ്രചാരണ പരിപാടികളിൽ സംബന്ധിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർമാരായ ഗ്യാനേഷ് ഭാരതിയും പവൻകുമാർ ശർമ്മയും ഇന്ന് പശ്ചിമബംഗാൾ സന്ദർശിക്കും. 3 ദിവസത്തെ സന്ദർശന വേളയിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഓഫീസിലെ ഉന്നതതല പ്രതിനിധികൾ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് കമ്മീഷണർമാർ, തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ എന്നിവരുമായി അവർ കൂടിക്കാഴ്ച നടത്തും. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുപ്രീം കോടതി ഇന്ന് SIR സംബന്ധിച്ച വാദം കേൾക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. സാധുവായ വോട്ടർമാരായി ട്രൈബ്യൂണൽ അംഗീകരിച്ചവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യത്തിൽ കോടതി ഇന്ന് തീരുമാനമെടുത്തേക്കും. അർഹതയുള്ള എല്ലാ വോട്ടർമാർക്കും സമ്മതിദായകത്വം വിനിയോഗിക്കാനുള്ള അവസരം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചിരുന്നത്. അതേസമയം മാൽദയിൽ SIR വിധി നിർണ്ണയത്തിൽ ഏർപ്പെട്ടിരുന്ന ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ചുള്ള NIA അന്വേഷണത്തിന്റെ കേസും കോടതി പരിഗണിക്കും. ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തുവെന്ന കുറ്റത്തിന് പശ്ചിമബംഗാളിൽ പഞ്ചായത്ത് അംഗത്തെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. മാൽഡയിലെ മോത്തബാരി ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ഗോലാം റബ്ബാനിയെയാണ് NIA അറസ്റ്റ് ചെയ്തത്. കേസുമായി ബന്ധപ്പെട്ട് മറ്റു 3 പേരെ കൂടി NIA കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ഇതിനകം 50ഓളം പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. സംസ്ഥാനത്തെ നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലുള്ള പോളിംഗ് ശതമാന കണക്ക് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അടിയന്തരമായി പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കത്ത് നൽകി. പോളിംഗ് ശതമാനവും തപാൽ വോട്ടിംഗും സംബന്ധിച്ച കണക്കുകളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യത ഉറപ്പാക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. വോട്ടുകളുടെ അന്തിമ കണക്ക് പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാത്തത് തികച്ചും അസ്വാഭാവികമാണെന്ന് മന്ത്രി V ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. ഇന്ന് ജാലിയൻവാലാ ബാഗ് ദിനം. 1919 ഇതേ ദിവസമാണ് പഞ്ചാബിലെ അമൃത്സറിൽ ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല നടന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ വലിയ ഒരു വഴിത്തിരിവായിരുന്നു ഈ കൂട്ടക്കൊല. ജാലിയൻവാലാ ബാഗ് രക്തസാക്ഷികൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത് ഷാ ഉൾപ്പെടെയുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഒരു റിപ്പോർട്ട്.
ജാലിയൻ വാലാബാഗ് സംഭവം രാജ്യത്തെ ജനങ്ങളിൽ സ്വാതന്ത്ര്യത്തിനായുള്ള ദൃഢനിശ്ചയം പകർന്നു നൽകിയതായി രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. രാജ്യം അവരോട് എന്നും കടപ്പെട്ടിരിക്കുമെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. ജാലിയൻ വാലാബാഗിൽ ജീവൻ വെടിഞ്ഞവരുടെ ത്യാഗം ജനങ്ങളുടെ ധീരമായ മനസ്സിന്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. അവർ പ്രകടിപ്പിച്ച ധൈര്യവും അചഞ്ചലമായ ദൃഢനിശ്ചയവും ഭാവി തലമുറകളെ സ്വാതന്ത്ര്യം, നീതി, അന്തസ്സ് എന്നിവ കാത്തുസൂക്ഷിക്കാൻ പ്രചോദിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വിപ്ലവത്തിന്റെ ആത്മാവ് കൂടുതൽ ശക്തി പ്രാപിച്ച ചരിത്രപരമായ വഴിത്തിരിവാണ് ഈ സംഭവമെന്ന് ശ്രീ ഷാ വിശേഷിപ്പിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ നിർണായക നിമിഷമാണ് ജാലിയൻ വാലാബാഗ് സംഭവമെന്നും നീതി, അന്തസ്സ്, ആത്മാഭിമാനം എന്നിവയ്ക്കായി നിലകൊള്ളാൻ അവരുടെ ധൈര്യം തലമുറകളെ പ്രചോദിപ്പിക്കുമെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പിന്നണി ഗായിക ആശാ ഭോസ്ലെയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് മുംബൈ ശിവാജി പാർക്കിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. ആശാ ഭോസ്ലെയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സ്പീക്കർ ഓം ബിർള, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ അനുശോചനം അറിയിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് മുംബൈയിലാണ് ആശാ ഭോസ്ലെ അന്തരിച്ചത്. 92 വയസ്സായിരുന്നു. കണ്ണൂർ ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിധിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് പ്രത്യേക സംഘത്തിന് രൂപം നൽകി. ജില്ലാ സൈബർ പോലീസിലെ വിദഗ്ധ സംഘം ഉൾപ്പെടെയുള്ള 7-അംഗ സംഘമാണ് അന്വേഷിക്കുന്നത്. കണ്ണൂർ ACP ഹരിപ്രസാദിനാണ് അന്വേഷണ ചുമതല. അതേസമയം നിധിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാരായ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് നിധിൻ രാജിന്റെ വീട് സന്ദർശിച്ചു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, തീരദേശ കർണാടക, കേരളം, മാഹി, ദക്ഷിണ കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടും ശക്തമായ കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സൌരാഷ്ട്ര, കച്ച് എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗം ഉണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ആന്ധ്രാപ്രദേശ്, തീരദേശ കർണാടക, ഗുജറാത്ത്, കേരളം, മാഹി, മധ്യ മഹാരാഷ്ട്ര, ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ചൂടും ഈർപ്പവും നിറഞ്ഞ കാലാവസ്ഥ ഉണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ചൂട് കൂടുന്നു. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട് ജില്ലയിലും ശക്തമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. അതേസമയം ജില്ലയിൽ വേനൽ മഴ ലഭിച്ചത് കാർഷിക വിളകൾക്ക് ആശ്വാസമായിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന വെയിലിന്റെ കാഠിന്യം വൈകിട്ട് 5 മണിക്കും കുറയുന്നില്ല. ജില്ലയിലെ പുഴകളിൽ ജലനിരപ്പ് താഴ്ന്നു. മലയോര മേഖലയിൽ ഉൾപ്പെടെ കുടിവെള്ള ക്ഷാമം രൂക്ഷമാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ടാങ്കറുകളിൽ ജലമെത്തിച്ചാണ് താൽക്കാലികമായ പരിഹാരം ഉണ്ടാക്കുന്നത്. നഗരമേഖലകളിൽ ദാഹമകറ്റാൻ സംഭാര വിതരണവും നടക്കുന്നുണ്ട്. അതേസമയം ശക്തമായ വേനൽ മഴ ലഭിച്ചത് കൊക്കോ, തെങ്ങ്, ജാതി, ഗ്രാമ്പു തുടങ്ങിയ ഇടവിള കൃഷിക്ക് ഏറെ പ്രയോജനം ചെയ്തു. കടുത്ത വേനലിൽ ജലജന്യ രോഗങ്ങളായ ഷിഗല്ല ഉൾപ്പെടെയുള്ള വയറിളക്ക രോഗങ്ങൾ, മഞ്ഞപ്പിത്തം എന്നിവ പടരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഭക്ഷണം പാകം ചെയ്യുന്നവരും പൊതുജനങ്ങളും ശുചിത്വകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുകയും വഴിയോരങ്ങളിൽ നിന്ന് ശീതളപാനീയങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുകയും വേണം. ഏപ്രിൽ 29 മുതൽ മെയ് 12 വരെ താപനില 45 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ ഉയരും എന്ന തരത്തിൽ സിവിൽ ഡിഫൻസ് വകുപ്പ് എന്ന പേരിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കേരളത്തിൽ താപനില 54 ഡിഗ്രിയാകുമെന്ന പ്രവചനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും പുറത്തിറക്കിയിട്ടില്ല. വ്യാജ പ്രചാരണങ്ങൾ ദുരന്ത നിവാരണ നിയമപ്രകാരം ശിക്ഷാർഹമാണെന്നും അതോറിറ്റി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരങ്ങളിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെയും ഗുജറാത്ത് ടൈറ്റൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെയും പരാജയപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ ഗുജറാത്ത് മഹാരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർമാരുടെ സംഘം ഇന്ന് പശ്ചിമബംഗാൾ സന്ദർശിക്കും. ജാലിയൻ വാലാബാഗ് ദിനത്തിൽ രക്തസാക്ഷികൾക്ക് ആദരമർപ്പിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കണ്ണൂർ ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിധിൻ രാജിന്റെ മരണം അന്വേഷിക്കുന്നതിന് പ്രത്യേക സംഘത്തിന് രൂപം നൽകി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ചൂട് കൂടുന്നു. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത.
IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.